ഇപ്പൊ എവിടുക്കളെ പോക്കുകളെ പാർട്ടിയുടെ ഇപ്പൊ നിങ്ങളെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞു പൈസ കൊടുത്താൽ പാർട്ടിയുടെ സെക്രട്ടറിയാണ്. സ്പ്രേ കിട്ടിയാൽ മതി അല്ലേ? ആരാ പറഞ്ഞത്? സ്പ്രേ കുപ്പി തിരുവനന്തപുരം ജില്ലാ CPM സെക്രട്ടറി ജോയി പറയാണ് ഇന്നലെ ഇത് സ്പ്രേ കിട്ടി സ്പ്രേ കൊണ്ടുവരാണ് സ്വാധീനിക്കാൻ. അത്ര ഉള്ളൂ നിങ്ങളെന്നില്ല എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പാർട്ടി എവിടുക്കാണ് പോകുന്നത്? നിങ്ങൾക്കൊരു നയമുണ്ടോ? നിങ്ങൾ എവിടെയാണ്? നിങ്ങളിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങളെ നേതാക്കന്മാർ പറയുന്നത്? നിങ്ങൾക്ക് ആർക്കും മനസ്സിലുണ്ടോ? ഇന്നലെ പറഞ്ഞ കണക്കിനെ മുസ്ലിങ്ങൾക്ക് എതിരായി ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രത്യേക സമുദായത്തിന് തന്നെ ഉന്നം വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഈ നടക്കുന്നത്? നിങ്ങളെന്താണ് അവിടെ ഇല്ല അവിടെ ഇല്ല എന്തേലും ഒരു ഘട്ടത്തിൽ പറഞ്ഞ സന്ദീപിൽ അറിയാലോ, ഞങ്ങൾ എതിർക്കുന്ന സമയത്ത് 2019 പൗരത്വത്തിന്റെ പേര് പറഞ്ഞ് അത് പള്ളിക്കല ഖത്തീബുമാരെ മധുരയിൽ പിണറായി മുസ്ലിം ബെൽറ്റിൽ വന്ന് കണ്ട് പ്രസംഗിച്ചത് മറ്റേ ഇത് നടപ്പാക്കൂല, പൗരത്വ ഭേദഗതി ഇത് നടപ്പാക്കൂല. 2024 തെരഞ്ഞെടുപ്പിന് എവിടെയൊക്കെ നിങ്ങൾ എല്ലാ സ്ഥലത്തും തെക്കൻ തിരുവിതാംകൂറിൽ മുസ്ലിം ബെൽറ്റിൽ മാത്രം പോയിട്ടില്ലേ പിണറായി പ്രസംഗിക്കുന്നത്? എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? ഈ സമുദായം ഈ സമൂഹങ്ങളെ പറ്റി നന്നായി അറിയാം. ഏതൊക്കെ കാലഘട്ടത്തിലും മുസ്ലിം സമുദായത്തിനും ന്യൂനപക്ഷങ്ങൾക്കും എന്തെങ്കിലും ഒരു ആനുകൂല്യം നിങ്ങൾ മനസ്സിലാക്കണം. അറബി ഭാഷ 1980 ആ ഭാഷ സ്കൂളിൽ നിന്ന് അറബി ഭാഷ അധ്യാപകരെ പിൻവലിക്കാൻ വേണ്ടി നിയമം കൊണ്ടുവന്നു. നമ്മൾ സമരം ചെയ്തു. 1987 അതുപോലെ 84-87 ശരിയത്ത് വന്നു. നമ്മളെ സഹായിച്ചത് കോൺഗ്രസ് ആയിരുന്നു. അന്ന് പാർലമെന്റ് നിയമം പാസ്സാക്കി. 2009 MA ബേബി മന്ത്രിയായപ്പോ അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായപ്പോ മതമില്ലാത്ത ജീവൻ പാഠപുസ്തകം കൊടുത്തത് ഇതൊക്കെ CPM ഈ സമൂഹത്തിന് സമുദായത്തിനെതിരെ ചെയ്തിട്ടുള്ളൂ. അല്ലെ വലിയ ഗുണല്ലോലൊന്നല്ല. അപ്പൊ വിജയരാഘവൻ അതും അതിനപ്പുറം പറയും. എന്നിട്ട് പാർട്ടി ഇങ്ങനെ ന്യായീകരിക്കുകയും ചെയ്യും. എന്നാലോ വലിയ വലിയ ആൾക്കാരൊന്നും കൊണ്ടൂല. അതിങ്ങനെ മറ്റ് ഇയാളെ പോലെ ആൾക്കാരോട് ഇങ്ങനെ വർഗീയപരമായിട്ട് പ്രശ്നം. എവിടെ പോയാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വരുന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയം വേണ്ട. ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല. സത്യഭാരക്ക് പ്രസംഗിച്ച് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. പിന്നീട് നജീബ് കാന്തപുരം കൂടെ എത്താനുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല. പാർട്ടിയെ ശക്തിപ്പെടുത്തി ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. നമ്മളെ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ബഹുമാന്യനായ സന്ദീപ് വാര്യർ നിങ്ങളോട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിച്ചു. ബഹുമാനായിട്ടുള്ള യോഗാധ്യക്ഷൻ, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനായിട്ടുള്ള MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി, എനിക്ക് മുൻപേ സംസാരിച്ച നിങ്ങളുടെ ജനപ്രിയനായിട്ടുള്ള MLA ഷിബി കെ ബഷീർ സാഹിബ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം നേതാക്കൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, കാരണവന്മാർ, നമ്മളെ ശ്രവിക്കുന്നതിന് വേണ്ടി അപ്പുറത്തൊക്കെയായിട്ട് നിൽക്കുന്ന ഒരുപക്ഷെ CPM-ലെയും എൻ്റെ മുൻ പാർട്ടിയായ BJP-യിലെയും ഒക്കെ പ്രവർത്തകർ അവരിവിടെ ഉണ്ടെങ്കിൽ അവർ ഏവർക്കും സാദര നമസ്കാരം. അബ്ദുറഹ്മാൻ രണ്ടത്താണി സാറുമായിട്ട് TV ചർച്ചകളിൽ പലതവണ ഏറ്റുമുട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഒരിക്കൽ പോലും നേരിട്ട് കാണുന്ന സമയത്തോ അതല്ലെങ്കിലോ ഒരുപക്ഷെ പലതവണ ഒരേ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടുണ്ട്. ചർച്ചയിലൊക്കെ വളരെ ഘോരഘോരം സംസാരിക്കുമെങ്കിൽ പോലും അദ്ദേഹം വളരെ മിതഭാഷിയാണ്. ഞാൻ അങ്ങനെയല്ല. പക്ഷെ എന്നോട് എപ്പോഴും വളരെ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും ആണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നത് പോലെ വളരെ ആധികാരികമായിട്ട് വളരെ സമഗ്രമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ